ദൈവത്തിൻ്റെ ധന്യതിരുനാമത്തിന് മഹത്വം. ദൈവജന ശ്രോതാക്കളായ നിങ്ങൾക്ക് ഏവർക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവന്ദനം. വാത്സല്യ ദൈവമക്കളെ, ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് സങ്കട വഴികളിൽ ഇറങ്ങി വരുന്ന ദൈവം. വിശുദ്ധ വേദപുസ്തകത്തിലെ ഒന്നാമത്തെ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിൽ 37 അധ്യായം മുതൽ 50 അധ്യായം വരെ നാം പരിശോധിച്ചാൽ യോസേപ്പിൻ്റെ ചരിത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. യാക്കോബിന് തൻ്റെ പ്രിയ ഭാര്യ റാഹേലിൽ ദൈവം നൽകിയ സന്തതിയാണ് യോസേപ്പ്. ആഴമേറിയ സ്വഭാവ ഗുണമുള്ള കനകശോഭയുടെ വ്യക്തിത്വമുള്ളവനാണ് യോസേപ്പ്. വലിയ സ്വപ്നമുള്ളവൻ. സ്വപ്നമുള്ളവർക്ക് സങ്കട വഴികളിൽ കൂടി കടക്കേണ്ടതായി വരും. ആ സങ്കട വഴികളിൽ പരീക്ഷകളുണ്ടാകും. യോസേപ്പിൻ്റെ സ്വപ്നം സഹോദരന്മാരിൽ അസൂയ ജനിപ്പിച്ചു. അതവനെ സങ്കട വഴികളിലേക്ക് നയിച്ചു. ആ പരീക്ഷണങ്ങളിൽ ദൈവം അവൻ്റെ കൂടെയുണ്ടായിരുന്നു എന്ന് വേദപുസ്തക ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നു. ഈ സങ്കട വഴികളിലും താൻ കൈവിട്ട് കളയാതിരുന്ന തൻ്റെ സ്വഭാവ സവിശേഷതകൾ. ഒന്ന്, താനൊരു വിധേയത്വമുള്ളവനായിരുന്നു. മാതാപിതാക്കന്മാരോടും സഹോദരന്മാരോടും താൻ വിധേയപ്പെട്ട് ജീവിച്ചു. സഹോദരന്മാരാൽ വെറുക്കപ്പെട്ടിട്ടും സഹോദരന്മാർക്ക് വേണ്ടി ഭക്ഷണവുമായി ശേഖേമിലേക്ക് പുറപ്പെട്ടവനാണ് യോസേപ്പ്. എന്നാൽ യോസേപ്പിൻ്റെ വിധേയത്വം പരിശോധിക്കപ്പെട്ടു. സഹോദരന്മാർ അവരെ പൊട്ടക്കിണറ്റിലിട്ടു, അടിമയാക്കി വിറ്റുകളഞ്ഞു. എന്നിട്ടും തൻ്റെ സഹോദരന്മാരോടുള്ള വിധേയത്വം യോസേപ്പ് കൈവെടിഞ്ഞില്ല. ആയതിനാൽ ദൈവജന ശ്രോതാവേ, നമ്മളുടെ വിധേയത്വം നമ്മളുടെ സ്വഭാവത്തിലൂടെ വെളിപ്പെട്ടു വരുവാൻ ഇടയായിത്തീരണം. 2, വിശുദ്ധി പരിശോധിക്കപ്പെട്ടു. ഇസ്മായേലിൽ നിന്നും യോസേപ്പിനെ പൊത്തിഫേർ വിലയ്ക്ക് വാങ്ങി. പൊത്തിഫേറിൻ്റെ ഭാര്യ അവനെ പാപത്തിലേക്ക് വീഴ്ത്തുവാൻ നോക്കി. എന്നാൽ അവൻ തൻ്റെ വസ്ത്രം വിട്ടേച്ച് ഓടിക്കളയുവാനിടയായിത്തീർന്നു. വാത്സല്യ ദൈവപൈതലേ, നിൻ്റെ വിശുദ്ധിയെ പരിശോധിക്കപ്പെടുന്ന സാഹചര്യം ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ദൈവത്തിനും വചനത്തിനും വിധേയപ്പെട്ട് വിശുദ്ധിക്ക് വേണ്ടി നിലനിൽക്കുവാൻ നീ തയ്യാറാകണം. 3, തൻ്റെ വിനയം പരിശോധിക്കപ്പെട്ടു. പൊത്തിഫേറിൻ്റെ ഭാര്യ ഇല്ലാത്ത കുറ്റം ചുമത്തി യോസേപ്പിനെ കാരാഗ്രഹത്തിലടച്ചു. ഫറവോൻ്റെ കൊട്ടാരത്തിലേക്ക് സ്വപ്നവ്യാഖ്യാനത്തിനായി യോസേപ്പ് ക്ഷണിക്കപ്പെട്ടു. ഫറവോൻ യോസേപ്പിനെ പ്രകീർത്തിച്ച് പറഞ്ഞപ്പോൾ യോസേപ്പ് എളിമയോടെ സകല മഹത്വവും ദൈവത്തിന് നൽകുവാനായിട്ടിടയായിത്തീർന്നു. ജോസഫ് പറഞ്ഞ കാര്യം വളരെ പ്രസക്തമാണ്. ഞാനല്ല, ദൈവം തന്നെ ഫറവോനോട് ശുഭമായൊരു ഉത്തരം നൽകും എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം തനിക്ക് ജ്ഞാനം നൽകിയിട്ടും തൻ്റെ വിനയം കൈവിട്ട് കളയാതെ ദൈവത്തിലും തൻ്റെ വചനത്തിലും താൻ ആശ്രയിക്കുവാനിടയായിത്തീർന്നു. 4, തൻ്റെ വിവേകം. സ്വപ്നം ശരിയായി ഫറവോന് വ്യാഖ്യാനിച്ച് നൽകിയപ്പോൾ ഫറവോൻ പറഞ്ഞു, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടുകിട്ടുമോ? എന്നാൽ യോസേപ്പ് വിവേകത്തിൽ അഹങ്കരിക്കാതെ ദൈവമുമ്പിൽ താണിരുന്നു എന്നാണ് വേദപുസ്തക ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. ആയതിനാൽ നമുക്കെന്ത് കഴിവുണ്ടെങ്കിലും ദൈവമുമ്പിൽ താണിരിക്കാനുള്ള ഒരു മനസ്സൊരുക്കം നമുക്കുണ്ടാകണം. 5, അവൻ്റെ വിശ്വസ്തത. യജമാനൻ തന്നിലേൽപ്പിച്ച ഉത്തരവാദിത്വത്തിൽ നിന്ന് യോസേപ്പ് വ്യതിചലിച്ചില്ല. അതിനാൽ പൊത്തിഫേറിൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഈ വീട്ടിൽ എന്നേക്കാൾ വലിയവനില്ല. നീ അവൻ്റെ ഭാര്യയാകിയാൽ നിന്നെ അല്ലാതെ മറ്റൊന്നും അവൻ എനിക്ക് വിരോധിച്ചിട്ടുമില്ല. അതുകൊണ്ട് ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. സഹോദര സഹോദരി, നിൻ്റെ സങ്കട വഴികളിൽ വിശ്വസ്തതയോടെ നീ നിന്നാൽ യഹോവ യോസേപ്പിനോടുകൂടെ ഇറങ്ങി വന്നതുപോലെ നിന്നോടുകൂടെ ഇറങ്ങി വരുവാനിടയായിത്തീരും. ജീവിതത്തിൽ നമുക്ക് സ്വപ്നങ്ങളുണ്ടാകാം, പരീക്ഷണങ്ങളും ഉണ്ടാകാം. പ്രതികൂല സമയങ്ങളിൽ ദൈവത്തോടുള്ള വിധേയത്വം മുറുകെ പിടിച്ച് വിശുദ്ധിയോടും വിനയത്തോടും വിവേകത്തോടും വിശ്വസ്തയോടും കൂടെ ജീവിക്കുവാൻ ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കുന്നു. നഷ്ടപ്പെട്ടു പോയ സ്വപ്നങ്ങൾ പൂവണിയും നിശ്ചയമായും. ജോസഫ് ഇവയൊക്കെ പരിപാലിച്ചു. യോസേപ്പിൻ്റെ സ്വപ്നം പൂവണിഞ്ഞു.
നഷ്ടപ്പെട്ടു പോയ നിലയങ്കിക്ക് പകരം ഫറവോൻ രാജാവ് ഏറ്റവും വിശേഷപ്പെട്ട വസ്ത്രം അവന് നൽകി, മുദ്രാമോതിരം നൽകി. അവന് നേർമയുള്ള വസ്ത്രമണിയിച്ച് കഴുത്തിൽ സരപ്പളി അണിയിച്ചു. മിസ്രയീം ദേശത്തിൻ്റെ മേലധികാരിയാക്കി തന്നെ മാറ്റി. ഈ ലോകത്തിൽ പലതും നമുക്ക് നഷ്ടപ്പെട്ടെന്ന് വരാം. പക്ഷേ നമ്മുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് സ്വന്തക്കാരും കൂട്ടുകാരും ഉയർന്നില്ലെന്ന് വരാം. എന്നാൽ നിരാശപ്പെടേണ്ട. ദൈവത്തിനു മുമ്പിൽ വിശ്വസ്തയോടെ പാർത്താൽ ദൈവം നഷ്ടപ്പെട്ടവയെല്ലാം നിനക്ക് തിരികെ നൽകുവാനിടയായിത്തീരും. കടഭാരമാണോ, മാനസിക പ്രതിസന്ധികളാണോ, ശാരീരിക ബലഹീനതകളാണോ? നഷ്ടപ്പെട്ടവർക്ക് പകരം വെണ്മയേറിയ വസ്ത്രം ദൈവം നമുക്ക് നൽകുവാനിടയായിത്തീരും. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൽ ആശ്രയിച്ച് ദൈവമുമ്പിലായിരിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. യോസേഫിനെ പോലെ സങ്കട വഴികളിൽ ദൈവം അവൻ്റെ ജീവിതത്തിൽ ഇറങ്ങി വന്നപ്പോൾ അവൻ വിധേയത്വമുള്ളവനായിരുന്നു. അവൻ്റെ വിശുദ്ധി പരിശോധിക്കപ്പെട്ടപ്പോൾ അവൻ വിശ്വസ്തയോടെ നിന്നു. അവൻ്റെ വിനയം പരിശോധിക്കപ്പെട്ടപ്പോൾ അവൻ വിശ്വസ്തയോടെ നിന്നു. വിവേകത്തോടെ നിന്നു, വിശ്വസ്തയോടെ നിന്നു. അതുകൊണ്ട് ദേശത്തവന് മാനപാത്രമാക്കി മാറ്റുവാനിടയായിത്തീർന്നു. ആയതിനാൽ വാത്സല്യ ശ്രോതാവേ, ദൈവസന്നിധിയിൽ വിശ്വസ്തയോടും വിനയത്തോടും കൂടി നിൽക്കുക. ദൈവം നിൻ്റെ സങ്കട വഴികളിൽ ഇറങ്ങി വരുവാനിടയായിത്തീരും. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.